കുറേയധികം വാർത്തകൾ ഉണ്ടായ ഒരു വാർത്താ ദിനത്തിന്റെ അവസാന മണിക്കൂറുകളാണ് നമ്മൾ പ്രൈം ടൈം ന്യൂസ് വിശദമായി പരിശോധിക്കുന്ന. രാവിലെ 6 മണി മുതൽ ഈ സമയം വരെ വന്ന എല്ലാ വാർത്തകളും വിശദമായ സ്വഭാവത്തിൽ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഹാഷ്മി താജ് ഇബ്രാഹിം. ഞാൻ പ്രവിത ലക്ഷ്മി. ആദ്യം നമ്മൾ പോകുന്നത് ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് അല്ലെ ഹാഷ്മി? കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടുതൽ പുറത്തു വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പരിശോധന സജീവമായി നടക്കുന്നു എന്നതിന് സന്തോഷം അല്ലേ? അതെ, തീർച്ചയായിട്ടും. 68 പേർക്കാണ് എറണാകുളം പറവൂരിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. മജ്ലിസ് എന്നൊരു ഹോട്ടൽ ഉടമകൾക്കെതിരെ കേസ്. വധശ്രമത്തിലാണ് പറവൂർ പോലീസ് കേസെടുത്തത്. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മജ്ലിസ് ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കി ഭക്ഷ്യവിഷബാധയേറ്റ ഒരാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ 40 പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീത്ത, വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. ഹോട്ടൽ പൂട്ടിയിരിക്കുന്നത് ഭക്ഷ്യവിഷബാധ എന്നതിലേക്ക് തന്നെ എത്തുകയാണോ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്? ശ്രീജിത്ത്. തീർച്ചയായും ഹാഷ്മി, പ്രവിത, ഭക്ഷ്യവിഷബാധ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. അത് ഒരു ചെറിയ കാര്യമല്ല. ഈ പറയുന്ന നിലവിൽ ഏതാണ്ട് 40 പേരാണ് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇത് കൂടാതെ ഒരാൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി ഇല്ലെങ്കിലും കാര്യമായ മറ്റു ഛർദി അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഈ വിഷയത്തിൽ ഇറക്കി കഴിഞ്ഞു. എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗം ഇപ്പോൾ അറിയിക്കുന്നത്. നാളെയും പരിശോധന തുടരുമെന്ന് കൃത്യമായ രീതിയിൽ തന്നെ ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അറിയിച്ചു കഴിഞ്ഞു. ശരി ശ്രീജിത്ത്, തുടരുക. എന്തായാലും പറവൂരിലെ ഹോട്ടലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ പരിശോധനകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതൊക്കെ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് വധശ്രമത്തിൽ കേസെടുത്തത് നല്ല കാര്യം എന്ന് പറയേണ്ടി വരും. കാര്യം ഇനി അത്തരത്തിലുള്ള അധമപ്പണികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കോ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്കോ ആ വകുപ്പ് ചുമത്തൽ പറ്റുമെങ്കിൽ നല്ല കാര്യം. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ നിന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് 500 കിലോ അഴുകിയ കോഴിയിറച്ചി പിടികൂടിയത്. ഈ സംഭവത്തിൽ ഈ കോഴിയിറച്ചി ഏതൊക്കെ ഹോട്ടലിലേക്കാണ് വിതരണം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. 49 ഹോട്ടലുകളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആരോഗ്യ വിഭാഗമാണ് ഈ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ആ വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീത്ത് തന്നെയാണ്. ശ്രീത്ത്, ഈ 49 പട്ടികകളുടെ പട്ടികയിലെ പേരുകൾ നോക്കിയാൽ പല പ്രധാനപ്പെട്ട നമ്മളൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന പല ഹോട്ടലുകളുടെയും പേരുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. അതിലൊക്കെ ഉപരി ആ 49 ഹോട്ടലുകളുടെയും പേര് പുറത്തുവിടാനുള്ള തീരുമാനവും സ്വാഗതാർഹമാണ്. ശ്രീജിത്ത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഇല്ല, ഞാൻ ചോദിച്ചത് നമ്മൾ ആ 49 ഹോട്ടലുകളുടെ പട്ടികയിലെ പേരുകൾ നോക്കിയാൽ നമ്മളൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന പല ഹോട്ടലുകളുടെയും പേര് അതിലുണ്ട്. അതിലൊക്കെ ഉപരി അത് ഞെട്ടലാണ്. പക്ഷെ അതിലൊക്കെ ഉപരി ആ പേര് പുറത്തുവിടാൻ, എല്ലാ ഹോട്ടലുകളുടെയും പേര് പുറത്തുവിടാൻ എടുത്ത തീരുമാനം സ്വാഗതാർഹമാണെന്ന് പറയുകയായിരുന്നു ശ്രീജിത്ത്. തീർച്ചയായും ആ പേര് പുറത്തുവിടാൻ കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സീമ കണ്ണന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം നടത്തിയ ആ ഒരു ദൃഢനിശ്ചയത്തെ നമ്മൾ കൃത്യമായ രീതിയിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഹോട്ടലുകളിലേക്ക് മുഴുവൻ ഇത്തരത്തിൽ ഈ ഇറച്ചി പോയിട്ടുണ്ട് എന്നൊരു വിവരം കളമശ്ശേരി നഗരസഭ പുറത്തുവിടുകയാണ്. അതിൽ ഒബ്രോൺ മാൾ ഉണ്ട്, ഇഫ്താർ ഉണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട മുഴുവൻ ഹോട്ടലുകളും കളമശ്ശേരിയിലെയും കൊച്ചിയിലെയും പ്രധാനപ്പെട്ട മുഴുവൻ ഹോട്ടലുകളുമുണ്ട്. എന്തായാലും നടപടികളിലേക്ക് കടക്കുമെന്ന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ നടപടികളിലേക്ക് കടക്കും, അതൊരു ചോദ്യം തന്നെയാണ് ഹഷ്മി. കാരണം പോലീസ് കേസെടുക്കാൻ വൈകിയിരുന്നു. ഇനി അടുത്ത തുടർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇത്തരത്തിൽ പഴകിയ മാംസം പിടിച്ചെടുക്കണം. പക്ഷേ അത്തരത്തിലുള്ള ഒരു പഴകിയ മാംസം പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് ഇനി കടക്കാൻ കഴിയില്ല. ഇങ്ങനെ വാർത്ത വന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ അവരെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ടാകാം. എങ്ങനെ അത്തരത്തിൽ നടപടികളിലേക്ക് കടക്കും? ഒരുപക്ഷെ ഈ പറയുന്ന കളമശ്ശേരി നഗരസഭയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക ഈ ലിസ്റ്റിലുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി എടുക്കുക, അവർ ലൈസൻസ് റദ്ദ് ചെയ്യുക എന്നായിരിക്കും. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഒക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രാഥമിക പട്ടിക മാത്രമാണ് എന്നാണ് കളമശ്ശേരി നഗരസഭ അധികൃതർ അറിയിക്കുന്നത്. ഇനിയും ഒരുപാട് ഹോട്ടലുകളിലേക്ക് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ 500 കിലോ പഴകിയ ഇറച്ചി പിടിച്ച ആ വ്യക്തികളിൽ നിന്ന് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക്, കൊച്ചി നഗരത്തിലെ ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത്. എന്തായാലും ശക്തമായ നടപടികളിലേക്ക് കടക്കും. ഈ ലിസ്റ്റ് പോലീസിനും ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. പോലീസ് എന്ത് നടപടിയാണ്
പോലീസ് തുടക്കത്തിൽ വലിയ വീഴ്ചയാണ് വരുത്തിയത്. കേസെടുക്കുന്നതിൽ അവർ കാലതാമസം വരുത്തി, മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിൽ അവർ കാലതാമസം വരുത്തി, റിപ്പോർട്ട് ലഭിച്ചില്ല എന്ന കാരണമൊക്കെ അവർ തുടക്കം മുതലേ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മനുഷ്യനെ കൊല്ലുന്ന തരത്തിൽ ഇത്തരത്തിൽ ഭക്ഷണം വിളമ്പുന്ന ഈ സ്ഥാപനങ്ങൾക്കെതിരെ ഇനി പോലീസ് എന്ന് നടപടിയെടുക്കുമെന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഹാഷ്മി, ശ്രീ ശിവകുമാരാണ് ആ വാർത്തയുടെ വിവരങ്ങൾ. പ്രവിധ, പ്രധാനപ്പെട്ട ഫലാഫിൽ ദുബായ്, ചപ്പാത്തി കമ്പനി, അൽഫജർ, ഇഫ്താർ, ബാരിസ്റ്റ എന്ന് തുടങ്ങി ഒബറാൻ മോൾ ആവട്ടെ, ബെസ്റ്റ് ബേക്കറി ആവട്ടെ, ഫുഡക്സ് ആവട്ടെ, ഷവർമാക്സ് ആവട്ടെ, ബക്കറ്റ് ലിസ്റ്റ്, അൽഫാസ്, അങ്ങനെ ഇവിടുത്തെ നമ്മളൊക്കെ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലുകളിൽ തന്നെ ഉണ്ട്. അതിൽ മാത്രമല്ല ഹാഷ്മി, ഇതിനൊക്കെ നമ്മൾ ഏറ്റവും സേഫായിട്ട് ഭക്ഷണം വിളമ്പുന്നുവെന്ന് നമ്മൾ കരുതുന്ന ഹോട്ടലുകളുടെ പേര് ഇതിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഞെട്ടിക്കുന്നതുമാണ്. മാത്രമല്ല ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിലൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ള പല ഹോട്ടലുകളും ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ്. ചതിയാണ്, വഞ്ചനയാണ് അല്ലേ? എന്തായാലും ആ ഞെട്ടൽ ഉണ്ടാവുന്നു എന്നതിനപ്പുറം ഈ ഹോട്ടലുകളുടെ പേരുകൾ പുറത്തേക്ക് വരിക എന്നുള്ളത് അത് വലിയ കാര്യമാണ്. അപ്പോൾ ഇനി കൊച്ചി നഗരത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇറക്കുന്നവർക്ക് ഈ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നോക്കാമല്ലോ, ഇനി ഇവിടെ കഴിക്കാൻ പോകണോ വേണ്ടോ. ഈ ഒരു സംഭവം പിടിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ ഹോട്ടലുകളുടെ പേര്. മറ്റു ഹോട്ടലുകൾ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. ശ്രീ തന്നെ പറയുന്നുണ്ട് ഇത് പ്രാഥമിക പട്ടികയാണ്, ഇനിയും പട്ടിക വരാനുണ്ട്. അങ്ങനെ പട്ടികകൾ വരട്ടെ അല്ലേ, അതാണ് അതിനുള്ള പരിഹാര മാർഗം. നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ എ ഷാനവാസിനെ ആലപ്പുഴ നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനത്ത് തൽക്കാലം മാറ്റില്ല. നഗരസഭ LDF കൗൺസിലർമാരുടെ യോഗത്തിൽ CPIM നിലപാട് അറിയിച്ചു. പാർട്ടിയുടെയും പോലീസിന്റെയും അന്വേഷണം പൂർത്തിയായ ശേഷമായിരിക്കും തുടർ നടപടി. നാളെ ആലപ്പുഴ നഗരസഭാ കൗൺസിൽ യോഗം ചേരും. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ മറിച്ചിരുന്നത്. വിഷ്ണു, അന്ന് ഷാനവാസിനെതിരെ നടപടി ആലോചിക്കാൻ ചേർന്ന യോഗത്തിന് ശേഷം മന്ത്രി സജി ചെറിയാൻ തെളിവ് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ശക്തമായ വിഭാഗത്തിന്റെ പിന്തുണ ഷാനവാസിന് തുടരുന്നു എന്നതല്ലേ ഈ വാർത്തയുടെയും അർത്ഥം? വിഷ്ണു, ഹാഷ്മി, വിഭാഗീയത ആലപ്പുഴയിൽ ശക്തമാകുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഷാനവാസിന് അകമഴിഞ്ഞ പിന്തുണ സജി ചെറിയാൻ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ ധാർമ്മികതയുടെ വിഷയം CPM ഉയർത്തിപ്പിടിക്കുമ്പോഴും അയാളെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നിലവിൽ മാറ്റി നിർത്തേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ പ്രധാനപ്പെട്ട കാര്യം ഷാനവാസിന് ലഭിക്കുന്ന പിന്തുണ തന്നെയാണ്. ഇന്ന് നടന്ന LDF പാർലമെന്ററി യോഗത്തിലാണ് CPM തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പാർട്ടി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഷാനവാസിനെതിരെ ഇതുവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഷാനവാസിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എന്ന നിലപാട് പാർലമെന്ററി യോഗത്തിൽ CPIM അറിയിച്ചിരിക്കുകയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് നാളെ കൗൺസിൽ യോഗം ആലപ്പുഴ നഗരസഭയിൽ നടക്കും. വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ BJPയും കോൺഗ്രസും എല്ലാം പരസ്യ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഷാനവാസിനെ മാറ്റാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പക്ഷേ CPIM തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ കൊണ്ട് നിറയാനാണ് ആലപ്പുഴ നഗരസഭ നിറയാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അപ്പോഴും ഷാനവാസിനുള്ള പിന്തുണ വർദ്ധിച്ചു വരികയാണ്. അത് ഒരു വിഭാഗത്തിൽ നിന്ന് ഷാനവാസിന് കടുത്ത വിയോജിപ്പ്, അതായത് ഔദ്യോഗിക പക്ഷമെന്നെല്ലാം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പക്ഷമെന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന ഭാഗത്തുനിന്ന് ഷാനവാസിന് കാര്യമായ പിന്തുണ ഇല്ലെങ്കിൽ പോലും മറുപക്ഷം ഷാനവാസിനെ ചേർത്ത് പിടിക്കുകയാണ് ഈ വിഷയത്തിൽ. ഹാഷ്മി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആലപ്പുഴയിലെ ആ ശാക്തിക ബലാബലത്തിൽ ആ മറുപക്ഷത്തിലാണ് ശക്തി കൂടുതൽ പ്രവിധ. അതുകൊണ്ട് ഷാനവാസിന് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും എന്നതാണ് കരുതേണ്ടത്. അങ്ങനെ തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇനി നമുക്ക് ദേശീയ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ BJP നയിക്കാൻ വീണ്ടും നദ്ദ തന്നെ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആ വാർത്തയിലേക്ക് കടക്കും. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ തന്നെ തുടരും. ഡൽഹിയിൽ നടന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിലാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് 2024 ജൂൺ വരെ കാലാവധി നീട്ടിയത്. ഭാഷാ വൈവിധ്യം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമയം സിനിമാ ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കെതിരെ നിലപാടെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവശ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. അടുത്ത വർഷം JP നദ്ദയുടെ നേതൃത്വത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJP തീരുമാനം. ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നദ്ദയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ യോഗം ഐക്യകണ്ഠേന अंगीകരിച്ചെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. श्री जगत प्रकाश नड्डा जी को राष्ट्रीय कार्यकारिणी ने आज सर्वानुमत प्रस्ताव किया है. श्री राजनाथ सिंह जी ने इस प्रस्ताव को रखा और सभी भारतीय जनता पार्टी के सदस्यों ने इसको सहर्ष हर्ष ध्वनि के साथ
सर्वानुमत से स्वीकार किया है। കോവിഡ് കാലത്ത് പാർട്ടിയെ മികച്ച രീതിയിൽ നദ്ദ നയിച്ചുവെന്ന് അമിത്ഷാ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലടക്കം രാജ്യത്തുടനീളം പാർട്ടി ശക്തിപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് മുന്നേറ്റം അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടാണ് ഭാഷാവൈവിധ്യം സംരക്ഷിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാൻ കാശി തമിഴ് സംഗമം പോലുള്ള പരിപാടികൾ വേണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. 300-ലധികം സീറ്റുകൾ നേടി ഭരണ തുടർച്ച സ്വന്തമാക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിലെ പ്രധാന ചർച്ച. കേരളം, തമിഴ്നാട്, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ദുർബലമായ മണ്ഡലങ്ങളിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തും. ചുമതലക്കാരെയും ഉടൻ നിശ്ചയിക്കും. 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കണമെന്നാണ് ദേശീയ അധ്യക്ഷൻ JP നദ്ദ നിർദ്ദേശിച്ചത്. BJP ഇതര സംസ്ഥാനങ്ങളിൽ G20 പ്രചാരണത്തിനായി സംഘടനാ തലത്തിൽ ചുമതലക്കാരെ നിശ്ചയിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ നിലവിലെ നേതൃത്വം തുടരണമെന്നും അടുത്ത ജൂൺ വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണ്ടെന്നുമാണ് യോഗത്തിൽ ധാരണയായത്. കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷനായി K. സുരേന്ദ്രൻ തന്നെ തുടർന്നേക്കും. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. അതെ, ഇപ്പോൾ ഭരണം പിടിക്കാൻ പറ്റാത്ത സംസ്ഥാനങ്ങളിൽ കൂടി എങ്ങനെ ഭരണം പിടിക്കാം എന്നുള്ളതിനെ കുറിച്ച് തലപുകഞ്ഞ് 9 സംസ്ഥാനങ്ങളാണ് ഭരണം വരാനിരിക്കുന്നത്. അടുത്ത ലോക്സഭാ ഇലക്ഷൻ ഉടനെ വരികയും ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സകല സമഗ്രമായ ചർച്ചകൾ. അതുകൊണ്ട് തന്നെ വലിയ മാറ്റമൊന്നും നേതൃതലത്തിന് ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് അല്ലേ. നമുക്കിനി പോകേണ്ടത് കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. ഭാരത് ജോഡോ യാത്രയുടെ കാശ്മീർ പര്യടനത്തിന് രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പുമായി സുരക്ഷാ ഏജൻസികൾ. ചില മേഖലകളിൽ കാൽനടയാത്ര ഒഴിവാക്കണം, കാറിൽ സഞ്ചരിക്കണമെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ ആവശ്യം. യാത്രയുടെ പഞ്ചാബ് പര്യടനത്തിനിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി. അതേസമയം ഭാരത് ജോഡോ യാത്രയുടെ സമാപന പരിപാടിയിൽ CPI പങ്കെടുക്കുമെന്ന് അറിയിച്ചു. ഭാരത് ജോഡോ യാത്ര കശ്മീരിൽ പ്രവേശിക്കാനിരിക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഭീകരാക്രമണ സാധ്യതയുള്ള മേഖലകളിൽ കാൽനടയാത്ര ഒഴിവാക്കി വാഹനത്തിൽ യാത്ര ചെയ്യണം. യാത്ര അനന്തനാഗ് വഴി ശ്രീനഗറിലേക്ക് കടക്കുമ്പോൾ നടക്കുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കണം. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അവലോകനം നടത്തുകയാണ്. രാത്രിയിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഈ മാസം 30-നാണ് ശ്രീനഗറിൽ വിപുലമായ സമാപന സമ്മേളനം കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് പഞ്ചാബിലെ യാത്രയ്ക്കിടെ സുരക്ഷാ വീഴ്ചയുണ്ടായത്. ഹോഷിയാർപൂരിൽ വെച്ച് സുരക്ഷാവലയം ഭേദിച്ച് ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ രാഹുൽ ഗാന്ധിയെ ആലിംഗനം ചെയ്യുകയായിരുന്നു. എന്നാൽ ആവേശഭരിതനായാണ് യുവാവ് എത്തിയതെന്നും സുരക്ഷാ വീഴ്ചയായി കാണേണ്ടെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. CRPF സുരക്ഷയിൽ വീഴ്ചയുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണത്തിനിടെയാണ് പഞ്ചാബിലെ സംഭവം. അതേസമയം ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്തുണ അറിയിച്ച് സമാപന പരിപാടിയിൽ CPI നേതാക്കൾ പങ്കെടുക്കും. ശ്രീനഗറിലെ സമാപന സമ്മേളനത്തിൽ D. രാജ, ബിനോയ് വിശ്വം എന്നിവരാകും പങ്കെടുക്കുക. 24 ഡൽഹി. വാർത്തയിലേക്ക് പോകാം അല്ലെ. പാലക്കാട് വൻ സ്പിരിറ്റ് വേട്ട. മുതലമടയിലെ മാവിൻ തോട്ടത്തിൽ നിന്ന് 4818 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. തോട്ടം നടത്തിപ്പുകാരൻ സബീഷ് പിടിയിലായി. നിഖിൽ പരമേഷാണ് വിവരങ്ങൾ. നിഖിൽ, അടുത്ത കാലത്ത് പിടികൂടപ്പെട്ട അല്ലെങ്കിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടകളിൽ ഒന്നാണെന്ന് തോന്നുന്നു. 4818 ലിറ്റർ അല്ലേ? അതെ ഹാഷ്മി, സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണ്. മുതലമട ചെമ്മണാമ്പതി, ഇത് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ്. അവിടുത്തെ ഒരു മാവിൻ തോട്ടത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത്രയധികം സ്പിരിറ്റ് ഉണ്ടായിരുന്നത്. മാവിൻ തോപ്പിലെ മാനേജർ സതീഷ് T. ജേക്കബിനെ ഇപ്പോൾ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊല്ലങ്കോട് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ സ്പിരിറ്റ് പിടികൂടിയത്. സതീഷും ഒരു മുൻ സ്പിരിറ്റ് കേസിലെ പ്രതിയായിട്ടുള്ള പ്രവീൺ എന്നയാളും ചേർന്നാണ് ഇത് മാവിൻ തോപ്പിൽ ഒളിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. പ്രവീൺ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. സ്വന്തമായി കള്ള് ചെത്തുന്ന തെങ്ങിൻതോപ്പുള്ള പ്രവീൺ ആലത്തൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിലെ കള്ള് ഷാപ്പുകളിലേക്ക് കള്ളെത്തിക്കുന്നയാളാണ്. ഈ കള്ളിൽ ചേർക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ച സ്പിരിറ്റ് ആണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ അളവിലുള്ള സ്പിരിറ്റ് വേട്ട തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി കൂടുതൽ ആളുകൾ ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യങ്ങൾ ഇപ്പോൾ എക്സൈസ് സംഘം പരിശോധിച്ചു പോരുകയാണ്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ അബ്ദുൾ റഹ്മാൻ മക്കിയെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച് UN സുരക്ഷാ കൗൺസിൽ. നാളുകളായുള്ള ഇന്ത്യയുടെ ആവശ്യത്തിനാണ് അംഗീകാരമായത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ മുൻ വനിതാ MP-യെയും അംഗരക്ഷകനെയും ആയുധധാരി വെടിവെച്ച് കൊലപ്പെടുത്തി. 2022 മക്കിയെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ചൈന എതിർത്തിരുന്നു. തുടർന്ന് ഭീകരരെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ ഇന്ത്യയുൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. മക്കിയെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലുള്ള എതിർപ്പ് ചൈന പിൻവലിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ നടപടി.
UN സുരക്ഷാ കൗൺസിൽ ഉപരോധ സമിതിയുടെ കീഴിൽ തീവ്രവാദി അബ്ദുൾ റഹ്മാൻ മക്കിയെ പട്ടികയിൽപ്പെടുത്താനുള്ള നിർദ്ദേശം തടഞ്ഞതിനു പിന്നാലെ ചൈനയ്ക്കെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചിരുന്നു. ജമ്മുകശ്മീരിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും രാജ്യത്തിനകത്തും പുറത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് രൂപീകരിക്കുന്നതിലും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലും മക്കി നേതൃത്വം വഹിച്ചു. 2011 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളിയും ഭാര്യ സഹോദരനുമാണ് മക്കി. ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതോടെ അബ്ദുൾ റഹ്മാൻ മക്കിയുടെ ആസ്തികൾ മരവിപ്പിക്കുകയും യാത്രാനിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ജമ്മു കാശ്മീർ ബഡ്ഗാമിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. ലഷ്കർ ഇ തോയ്ബ ഭീകരരെയാണ് വധിച്ചത്. മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. ബഡ്ഗാമിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത്. മേഖല വളഞ്ഞ സൈന്യം ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. പുൽവാമയിൽ നിന്നുള്ള ലഷ്കർ ഇ തോയ്ബ ഭീകരരായ അർബാസ് മീർ, ഷാഹിദ് ഷെയ്ഖ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അടുത്തിടെ നടന്ന ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവരാണിവർ. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഭീകരിൽ നിന്ന് കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തിയ സുരക്ഷാ യോഗത്തിനു പിന്നാലെ കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനയും കർശനമാക്കിയിരുന്നു. 24 ഡൽഹി. കർണാടകയിലെ ക്വാറി ഇടപാട് കേസിൽ നിലമ്പൂർ MLA PV അൻവറിനെ നാളെയും ചോദ്യം ചെയ്യും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. കർണാടക ബെൽത്തങ്ങാടിയിലെ ക്വാറിയിൽ പങ്കാളിത്തം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. കേസിലെ പരാതിക്കാരനായ സലീമിനെയും PV അൻവറിന് ക്വാറി വിറ്റ ഇബ്രാഹിമിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കാര്യങ്ങൾ എന്താണ് എന്ന് വൈകാതെ മനസ്സിലാകുമെന്ന് ഇന്നത്തെ ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തുവന്ന PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്തിനാണ് എന്താ കാര്യം? നിങ്ങളെ ധാരണ ഞാൻ ഇവിടെ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചതെന്നല്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനെന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ട് അൻവർ. എന്താണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചെന്നാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ എന്താണെന്ന് എന്തായാലും ഇന്നലെ അദ്ദേഹം ചോദ്യം ചെയ്ത ശേഷം ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ഫുട്ബോൾ കളി എന്നുള്ള പരിഹാസത്തിൻ്റെ പരമാവധിയായിരുന്നു. ഇന്ന് എന്തായാലും ആ പരിഹാസമില്ല. അദ്ദേഹം കാര്യം പറയുന്നത് എന്തായാലും അങ്ങനെ വ്യക്തമാകട്ടെ. ഇന്നലെ ചോദ്യം ചെയ്ത് ഇന്ന് ഫുൾ ചോദ്യം ചെയ്യൽ, നാളെയും ചോദ്യം ചെയ്യൽ. അപ്പോൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തെ അല്ലേ, ഇനി വേറെ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അത് തെളിയട്ടെ. SN ട്രസ്റ്റിൽ എന്തായാലും ഒരു സുപ്രധാന ബൈലോ ഭേദഗതി ഉണ്ടാകുന്നു. എസ്എൻ ട്രസ്റ്റ് ബൈലോയിൽ നിർണായക ഭേദഗതി വരുത്തി ഹൈക്കോടതി. വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് ഭേദഗതി. വെള്ളാപ്പള്ളി നടേശനെ അടക്കം ഈ വിധി ബാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുൻ ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് ബൈലോ പുതുക്കി ഉത്തരവിറക്കിയത്. വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന ഭേദഗതിയാണ് നിലവിൽ വന്നത്. കേസിൽ കുറ്റവിമുക്തരാകും വരെ ട്രസ്റ്റ് ഭാരവാഹിയായി തുടരാൻ പാടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കോടതി നടപടി വെള്ളാപ്പള്ളിയുടെ അതിക്രമത്തിനേറ്റ തിരിച്ചടിയാണെന്നും ശ്രീനാരായണീയർ ഇതിനെ സ്വാഗതം ചെയ്യുമെന്നും ശ്രീനാരായണ സഹോദരവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഇത് സാധാരണക്കാരന്, അതായത് ഗുരുദേവനിൽ വിശ്വസിക്കുന്ന പാവപ്പെട്ട അധ്വാനിക്കുന്ന വിഭാഗത്തിന് ഈ വിധി ഏറ്റവും പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഇമേജ്, ഇല്ലാത്തൊരു ഇമേജ്, കളത്തരമാക്കി ഉണ്ടാക്കിയ ഇമേജ്, അത് പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഇപ്പം നമുക്ക് കാണാൻ പറ്റും. 98% ആളുകളും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു വിധിയാണ്. അതേസമയം പൊതുവിധിയാണ് വന്നതെന്നും തനിക്ക് മാത്രമല്ല ട്രസ്റ്റിലെ എല്ലാവർക്കും ഇത് ബാധകമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഹൈക്കോടതികൾക്ക് ട്രസ്റ്റുകളുടെ മേലിലെല്ലാം ഒരു ഉന്നത അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിധി ഉണ്ടായി എങ്കിൽ ആ ഒരു വിധി എന്നെ ബാധിക്കുന്നത് മാത്രമല്ല, ട്രസ്റ്റുകളായിട്ടിരിക്കുന്നവരെല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു വിധിയാണ്. എൻ്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. പക്ഷെ അത് വ്യാഖ്യാനിച്ച് എന്നെ മാത്രം ബാധിക്കുന്നതൊക്കെയാണ് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള പൊതുവിധിയാണ്. കളങ്കിതർ സുപ്രധാന പദവിയിൽ വരുന്നത് ട്രസ്റ്റിന്റെ സത്യസന്ധമായ നടത്തിപ്പിനെ പോലും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. ട്രസ്റ്റിന്റെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാൻ ഭേദഗതി വരുത്തണമെന്നും
ആവശ്യപ്പെട്ടിരുന്നു. 24 കൊച്ചി. ആ പെരിന്തൽമണ്ണ പ്രഹേളിക അവസാനിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകൾ അടങ്ങിയ പെട്ടി കാണാതായ സംഭവം അതീവ ഗുരുതര വിഷയമെന്ന് ഹൈക്കോടതി. പരിശോധനയ്ക്കായി എത്തിച്ച ബാലറ്റ് പെട്ടി കോടതിയുടെ കസ്റ്റഡിയിലാണ് ഇനി സൂക്ഷിക്കുക. പെട്ടി കാണാതായ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് നജീബ് കാന്തപുരം MLA ആവർത്തിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണലിൽ അസാധുവായി പ്രഖ്യാപിച്ച 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ കൂടി എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി പരാമർശം. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി KPM മുസ്തഫയായിരുന്നു ഹർജിക്കാരൻ. സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അടങ്ങിയ പെട്ടി കാണാതായ സംഭവം അതീവ ഗുരുതര വിഷയമെന്നാണ് ഹൈക്കോടതി വിലയിരുത്തൽ. വോട്ടുപെട്ടി കാണാതായ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിലോ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അന്വേഷണം നടത്തണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. അതേസമയം വോട്ടുകൾ അടങ്ങിയ പെട്ടി കാണാതായതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് നജീബ് കാന്തപുരം MLA പ്രതികരിച്ചു. ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് അത്യധികം ഗൗരവമായിട്ടുള്ള ഒരു സംഭവ വികാസം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായി എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു റിപ്പോർട്ടാണ് പ്രാഥമികമായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കക്ഷി ചേർത്തിട്ടുണ്ട്. ബാലറ്റുകൾ ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി ഈ മാസം 31 മാറ്റി. ബാലറ്റുകൾ ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. 24 കൊച്ചി. സബ് ട്രഷറിയിൽ നിന്ന് ബാലറ്റ് പെട്ടി കാണാതായ സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സബ് ട്രഷറിയിലെയും ബാലറ്റ് പെട്ടി കണ്ടെത്തിയ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെയും ഉദ്യോഗസ്ഥർക്കാണ് കളക്ടർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സംഭവം പ്രത്യേക ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെയും പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെയും ബാലറ്റുകൾ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം ലഭിച്ചു. ഇതിനായി സബ് ട്രഷറിയിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റുകൾ ശേഖരിച്ചപ്പോൾ അബദ്ധത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് ഉൾപ്പെട്ടതാണെന്നാണ് ഉദ്യോഗസ്ഥ വിശദീകരണം. ഈ വിശദീകരണം ഉൾപ്പെടുത്തിയാണ് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയത്. ബാലറ്റ് പെട്ടി കൈമാറിയ സബ് ട്രഷറിയിലെ 2 ഉദ്യോഗസ്ഥർക്കും കൈപ്പറ്റിയ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഭവം പ്രത്യേക അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സമഗ്രമായ അന്വേഷണം നടത്തണം. അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇതുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് ഒരു ട്രഷറിയിലെ ലോക്കറിൽ സൂക്ഷിക്കേണ്ട ഒരു സാധനം എങ്ങനെയാണ് ഇത്രയും കിലോമീറ്റർ അകലെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത JRന്റെ ഓഫീസിൽ എങ്ങനെ എത്തി എന്ന് അന്വേഷണം നടത്തണം. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യുന്നതാണ്. അത് അന്വേഷണം തന്നെ വേണം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ലഭിച്ച ശേഷം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശമനുസരിച്ചാകും തുടർ നടപടികളെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. 24 മലപ്പുറം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിനി പോകുന്നത് ഇന്ന് നടന്ന ഒരു അപകട വാർത്തയിലേക്കാണ്. വയനാട് ചുള്ളിയോടാണ് KSRTC ബസ് വൈദ്യുതിപോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥിയുടെ കൈ അറ്റുപോയി. ആനപ്പാറ കുന്നത്തൊടി അസൈനാരുടെ മകൻ അസ്ലമിന്റെ ഇടത് കൈമുട്ടിന് താഴെയുള്ള ഭാഗമാണ് അറ്റുപോയത്. വീഴ്ച ഉണ്ടായെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ KSRTC ബസ് ഡ്രൈവർക്കെതിരെ അമ്പലവയൽ പോലീസ് കേസെടുത്തു. ഇന്ന് രാവിലെയാണ് സംഭവം. അമ്പലവയലിൽ നിന്ന് ബത്തേരിക്ക് പോകുകയായിരുന്നു KSRTC ബസ്. മംഗലങ്കാപ്പ് എസ്റ്റേറ്റിന് സമീപത്ത് മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ വഴിമാറിക്കൊടുക്കുന്നതിനിടെയാണ് അപകടം. പോസ്റ്റ് റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കണ്ടായിരുന്നു. മുൻപൊന്നും ഒരു സ്കൂട്ടി വന്ന സമയത്ത് നമ്മൾ സൈഡ് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി ഇടത്ത് ഭാഗത്തേക്ക് ഒതുക്കിയതാണ്. ഒതുക്കുന്ന സമയത്ത് ഈ പയ്യൻ പുറത്തേക്കായിട്ടായിരുന്നിരുന്നത്. അങ്ങനെ ഈ കൈ കൊണ്ടിച്ച് പോസ്റ്റിലിടിച്ചു. പരുക്കേറ്റ വിദ്യാർത്ഥിയെ ആദ്യം ബത്തേരി വിനായക ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയ പൂർത്തിയാക്കി കൈ തുന്നിച്ചേർത്തു. ബത്തേരി താളൂർ റോഡ് നിർമ്മാണം തുടങ്ങിയതിൽ പിന്നെ റോഡിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. റോഡ് പ്രവൃത്തി പൂർത്തിയാക്കുന്നതിലെ വീഴ്ചയ്ക്കെതിരെ നാട്ടുകാരിലും പ്രതിഷേധം ശക്തമാണ്. 24 വയനാട്. കൊല്ലം പൂയപ്പള്ളിയിൽ പാറ കയറ്റി വന്ന ടിപ്പർ ലോറി കാറിന് മുകളിലേക്ക് വീണു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 കിട്ടി. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പാറയും കയറ്റി പോവുകയായിരുന്ന ടിപ്പർ ലോറി ഇടറോഡിൽ നിന്ന് വന്ന കാറിലിടിച്ച് മുകളിലേക്ക് മറിയുകയായിരുന്നു.
അസീസിയ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വന്ന ശാസ്താംകോട്ട തേവലക്കര സ്വദേശികളായ തോമസ്, ഭാര്യ മോളി തോമസ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറിന് മുകളിലേക്കാണ് ടിപ്പർ മറിഞ്ഞത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കാറിൽ വന്നവർ എതിരെ വന്ന ടിപ്പർ ലോറി നോക്കാതെ ഓടിച്ചു വന്നതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കുണ്ട്രയിൽ നിന്നും ഫയർഫോഴ്സും കണ്ണനല്ലൂരിൽ നിന്നും പോലീസും എത്തി ക്രെയിൻ ഉപയോഗിച്ച് ടിപ്പർ ഉയർത്തിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 24 കൊല്ലം. ഈ കാറിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാനല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപകടമായിരുന്നു അത്. എന്തായാലും അതിനു മുമ്പ് KSRTC ബസ്സിന്റെ അപകട വാർത്തയും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയാണല്ലേ. കയ്യറ്റു പോവുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആ ബസ്സിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് എന്ന വിലയിരുത്തലുണ്ട്, നടപടിയും ഉണ്ടാവുന്നുണ്ട്. അതെ, ഉടൻ തന്നെ എന്തായാലും ഇത്തരത്തിലുള്ള നടപടികൾ, പ്രത്യേകിച്ച് ഈ ബസ് അപകടങ്ങൾ അത് പതിവാകുന്നു എന്നുള്ളൊരു ആക്ഷേപം പൊതുവേ ഉണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഇതുപോലുള്ള വാർത്തകൾ ദൈനംദിനം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതും. അതിന്റെ കൂടെ നമ്മൾ ഇന്ന് കണ്ട മറ്റൊരു വാർത്ത ഒരു സ്വകാര്യ ബസ്സാണ്. ബസ് ആള് കയറുന്നതിന് മുന്നോട്ടെടുക്കുന്നു, ഒരു ബസ് വീഴുന്നു, അതും തലനാരിഴയ്ക്കാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം എന്ന് കരുതുന്നു. എന്തായാലും ബസ് നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, അത്തരത്തിൽ ആള് കയറുന്നതിന് മുമ്പ് ബസ് തിരക്കിൽ മുന്നോട്ടെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീട്ടമ്മ ബസ്സിന്റെ താഴേക്ക് വീണത്. ഈ പറയും പോലെ തലനാരിഴയ്ക്കാണ് ആ രക്ഷപ്പെടലുണ്ടായത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് വരാമെന്ന് തോന്നുന്നു. അതിന് മുൻപ് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കാം. ഗുണ്ടാബന്ധമുള്ള പോലീസുകാർക്കെതിരെ നടപടി കടുപ്പിക്കുന്നു ആഭ്യന്തര വകുപ്പ്. തിരുവനന്തപുരത്ത് 2 DYSPമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഇടനില നിന്ന പോലീസുകാർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനും നീക്കമുണ്ട്. തലസ്ഥാന ജില്ലയിൽ തുടർച്ചയായി ഉണ്ടായ ഗുണ്ടാക്രമണ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഗുണ്ടാ പോലീസ് ബന്ധത്തിൽ അന്വേഷണം ആരംഭിച്ചത്. കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശ് ഉൾപ്പെട്ട പാറ്റൂർ ആക്രമണ കേസിന് പിന്നാലെ ഗുണ്ടകൾക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥർ സഹായം ചെയ്തിരുന്നതായും വിവരം ലഭിച്ചിരുന്നു. പോലീസുകാരുടെ ഗുണ്ടാബന്ധം സംബന്ധിച്ച ഇന്റലിജൻസ് വിഭാഗം സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് വിളിച്ചുവരുത്തി പരിശോധിച്ചു. പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരത്ത് 2 DYSPമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഗുണ്ടകളുടെ പാർട്ടിയിൽ പങ്കെടുത്തെന്നും പണമിടപാട് നടത്തിയെന്നുമുള്ള റിപ്പോർട്ടിലാണ് ശുപാർശ. റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി അടുത്ത ബന്ധം പുലർത്തിയ പോലീസുകാർക്കെതിരെ ഉടൻ വിജിലൻസ് അന്വേഷണവും ഉണ്ടാകും. ഗുണ്ടകളുമായി വഴിവിട്ട ഇടപാടുകൾ നടത്തിയ മംഗലപുരം ഉൾപ്പെടെ ചില പോലീസ് സ്റ്റേഷനുകളിൽ വലിയ അഴിച്ചുപണികൾക്കും സാധ്യതയുണ്ട്. SHOമാരുടെ കൂട്ട സ്ഥലമാറ്റവും ഉണ്ടായേക്കാം. ഗുണ്ട റിയൽ എസ്റ്റേറ്റ് ബന്ധം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്നലെ 4 SHOമാരെ സ്ഥലം മാറ്റിയിരുന്നു. 24 തിരുവനന്തപുരം. ഇനി ജോഷിമഠിലേക്കാണ് പോകുന്നത്. ഭൗമ പ്രതിഭാസമുണ്ടായ ജോഷിമഠിലെ ആശങ്ക അതിരൂക്ഷമായി തുടരുകയാണ്. കൂടുതൽ കെട്ടിടങ്ങളിൽ വിള്ളൽ വ്യാപിക്കുന്നു. ആ സാഹചര്യത്തിൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കാനായി താൽക്കാലിക കെട്ടിടങ്ങളുടെ നിർമ്മാണം തുടങ്ങി. അപകടത്തിലായ വീടുകളും പൊളിച്ചു നീക്കാനാണ് തീരുമാനം. പുനരധിവാസത്തിനായി 4 സ്ഥലങ്ങളിൽ ഭൂമി കണ്ടെത്തി. ഭൗമപ്രതിഭാസത്തിൽ നിരവധി കടകൾ തകർന്നെങ്കിലും വ്യാപാരികൾക്ക് സഹായം എത്തുന്നില്ലെന്നാണ് പരാതി. നഗരത്തിലെ വ്യാപാരികളിൽ ഏറിയ പങ്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തലമുറകൾക്ക് മുമ്പ് ഇവിടെ എത്തിയവരാണ്. सरकार जो है यहाँ के लोकल आदमी जो है उनको तो कर देती है सपोर्ट, लेकिन हम भी तो यहीं के लोकल हो गए जब इतने वर्षों से यहाँ पर निवास कर रहे हैं. अभी कोई हेल्प नहीं मिली है. बस एक हमें रूम दिया गया है होटल में. അധികൃതർ അവഗണിച്ചതോടെ വിള്ളലിനെ തുടർന്നടച്ച പല കടകളും തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അപകടത്തിലായ ഹോട്ടലുകൾക്ക് ശേഷം തകർന്ന PWD ഗസ്റ്റ് ഹൌസും വീടുകളും പൊളിക്കാൻ തീരുമാനിച്ചു. JP വില്ലേജിലെ 32 വീടുകളും നഗരത്തിലെ 3 വീടുകളുമാണ് പൊളിക്കുക. ഇതിനായി വീട്ടുടമകൾക്ക് നോട്ടീസ് നൽകി. പുനരധിവാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും നഷ്ടപരിഹാരം NTPCയിൽ നിന്നും ഈടാക്കണമെന്നും ആവശ്യപ്പെട്ട് ജോഷിമഠ് ബച്ചാവോ സംഘർഷ സമിതി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. तो फिर इसलिए हमने अपील की है कि सेंट्रल गवर्नमेंट को इसको जो है राष्ट्रीय आपदा घोषित करना चाहिए. सेंट्रल गवर्नमेंट को अब इसको अपने हाथ में लेना चाहिए. सेंट्रल गवर्नमेंट को एक हाई पावर कमेटी बनानी चाहिए जिसमें लोकल रिप्रेजेंटेटिव्स को शामिल करके, और ये क्योंकि पूरे ही शहर को खतरा है, जो इसरो की रिपोर्ट है. പ്രശ്നബാധിതരുടെ പുനരധിവാസത്തിനായി കോട്ടി ഫാം, പിപ്പൽകോട്ടി, HRDI, ഡാക് വില്ലേജ് എന്നീ 4 ഇടങ്ങളിൽ ഭൂമി കണ്ടെത്തി. NTPCയുടെ കൈവശമുള്ള ഡാക് ഗ്രാമത്തിലെ ഈ ഭൂമിയടക്കം 4 ഇടങ്ങൾ സുരക്ഷിതമെന്ന് പരിശോധിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വീടുകൾ തകരുന്ന പശ്ചാത്തലത്തിൽ 2 ഇടങ്ങൾ കൂടി പരിഗണനയിലാണ്. ജനങ്ങളുടെ കൂടി സൗകര്യം പരിഗണിച്ചാകും ഭൂമി അനുവദിച്ച് നൽകുക. ഡാക്കിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പ്രൈം ടൈം ന്യൂസ് തുടരുന്നു. ചെന്നൈ തിരുച്ചിറപ്പള്ളി ഇൻഡിഗോ വിമാനത്തിലെ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് DGCA. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ എമർജൻസി വാതിൽ തുറന്നതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം.
കർണാടക MP തേജസ്വി സൂര്യക്കെതിരെയാണ് യാത്രക്കാരുടെ ആരോപണം. എന്നാൽ ഇക്കാര്യം DGCA സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 10-ന് ചെന്നൈയിൽ നിന്ന് വിമാനം പുറപ്പെട്ടതിന് പിന്നാലെ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് ആരോപണം. എമർജൻസി വാതിലിനെ കുറിച്ച് വിമാനത്തിലെ ജീവനക്കാർ യാത്രക്കാർക്ക് വിവരിച്ചു കൊടുത്തതിന് പിന്നാലെ വിമാനം റൺവേയിൽ നിന്ന് നീങ്ങിത്തുടങ്ങി. ഈ സമയത്ത് എമർജൻസി വാതിലിനടുത്തുണ്ടായിരുന്ന യാത്രക്കാരൻ വാതിൽ തുറന്നെന്നാണ് ആരോപണം. 10:05-ന് പുറപ്പെടേണ്ടിയിരുന്ന 6E7339 വിമാനം ചില സാങ്കേതിക കാരണങ്ങളാൽ 40 മിനിറ്റോളം വൈകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എമർജൻസി വാതിൽ തുറന്നതിലൂടെ ഉണ്ടായ പരിഭ്രാന്തി മൂലം വീണ്ടും വിമാനം വൈകിയത്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം 12:17-നാണ് വിമാനം തിരുച്ചിറപ്പള്ളിയിലേക്ക് പറന്നത്. വാതിൽ തുറന്നത് BJP MP തേജസ്വി സൂര്യയാണെന്നും ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരൻ BJP തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലയാണെന്നുമാണ് യാത്രക്കാർ ആരോപിച്ചത്. അബദ്ധം പറ്റിയതാണെന്ന് കാണിച്ച് തേജസ്വി സൂര്യ അന്ന് തന്നെ ഇൻഡിഗോയ്ക്ക് കത്ത് നൽകിയെന്നും സൂചനയുണ്ട്. 24 ചെന്നൈ. എന്നാൽ ഇതിലൊരു അബദ്ധം എങ്ങനെ പറ്റുമെന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? അല്ല, ഇത് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തുറക്കുന്നതുകൊണ്ട് കൗതുകത്തിൽ തുറന്നു നോക്കിയാവാനേ വഴിയുള്ളൂ. എന്തായാലും അത് വല്ലാത്ത കൗതുകം അല്ലേ? അതെ അതെ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 2 CISF ജവാന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരാളെ തൂങ്ങി മരിച്ച നിലയിലും മറ്റൊരാളെ വെടിയുതിർത്ത് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. റഡാറിലെ സുരക്ഷാ ജീവനക്കാരനും ഛത്തീസ്ഗഡ് സ്വദേശിയുമായ ചിന്താമണിയെ തിങ്കളാഴ്ച പുലർച്ചെയാണ് സുരക്ഷാ മുറിക്ക് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവധിക്ക് ശേഷം ഒരാഴ്ച മുൻപാണ് ചിന്താമണി ജോലിയിൽ പ്രവേശിച്ചത്. കുടുംബ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് നിഗമനം. തിങ്കളാഴ്ച രാത്രിയാണ് രണ്ടാമത്തെ സംഭവം. പ്രധാന ഗേറ്റിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബീഹാർ സ്വദേശി വികാസ് സിംഗ് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. മകന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് വികാസ് മാനസിക പ്രശ്നത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചു. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി CISF ആശുപത്രിയിലേക്ക് മാറ്റി. അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ മരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. 24 ചെന്നൈ. മറ്റു വാർത്തയിലേക്കാണ്. പത്തനംതിട്ട റാന്നി ബണ്ടുപടിയിൽ പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് നിർമ്മിച്ച തൂണുകളിൽ കമ്പിക്ക് പകരം ഉപയോഗിച്ചത് തടിക്കഷ്ണങ്ങൾ. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡിലെ പാലത്തിലാണ് കരാറുകാരന്റെ കള്ളത്തരം. പൊട്ടിക്കിടന്ന തൂണിലെ തടിക്കഷ്ണം കണ്ട നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കരാറുകാരന്റെ വലിയ തട്ടിപ്പ് കണ്ടുപിടിച്ചത്. സർക്കാർ നൽകുന്ന കരാർ പണികളിൽ തട്ടിപ്പിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാമെന്ന കരാറുകാരന്റെ പുതിയ കണ്ടുപിടുത്തമായിരുന്നു റാന്നിയിൽ നടന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ നിർമ്മിക്കുന്ന റോഡിനോട് ചേർന്നുള്ള പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിലുമാണ് കരാറുകാരന്റെ കള്ളത്തരം. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് തൂണുകളിലാണ് കമ്പിക്ക് പകരം കരാറുകാരൻ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് വാർപ്പ് നടത്തിയത്. റോഡ് പണിക്കെതിരെ നിരന്തരം പരാതി ഉയർത്തിയ നാട്ടുകാർ കരാറുകാരൻ ഇന്ന് കൊണ്ടുവന്ന തൂണുകളിലൊന്ന് പൊട്ടിക്കിടക്കുന്നത് പരിശോധിച്ചു. അപ്പോഴാണ് തൂണിനുള്ളിൽ കമ്പിക്ക് പകരം തടി കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ സംഘടിച്ച് നടത്തിയ പരിശോധനയിൽ കരാറുകാരന്റെ തട്ടിപ്പ് പുറംലോകമറിഞ്ഞു. സംഭവ സമയത്ത് ഏതാനും ജോലിക്കാർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. തിരുവല്ലയിൽ നിന്നാണ് തടി ഉപയോഗിച്ച് വാർത്ത കോൺക്രീറ്റ് തൂണുകൾ കൊണ്ടുവന്നതെന്ന് ജോലിക്കാർ നാട്ടുകാരോട് പറഞ്ഞു. പണിയിലെ കള്ളത്തരം കണ്ടുപിടിച്ചതോടെ നാട്ടുകാർ കൂട്ടം കൂടി പണി നിർത്തിവെപ്പിച്ചു. കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും ഇത്രയും നാൾ ഇയാൾ ചെയ്ത പണികൾ വീണ്ടും പരിശോധിക്കണമെന്നും നാട്ടുകാർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തു. സർക്കാരിന്റെ പൈസ തട്ടാനുള്ള കരാറുകാരന്റെ ശ്രമത്തിനെതിരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു. S. ശ്യാംകുമാർ, 24 പത്തനംതിട്ട. ഹാഷ്മി, ഈ കള്ളത്തരം നാട്ടുകാർ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്താകും സംഭവിക്കുക? അതല്ല, ഈ കരാറുകാർ നേരത്തെ പണി എല്ലാ പണിയും പൊളിച്ചു നോക്കണമെന്നേ. അതിനകത്ത് കമ്പിയാണോ തടിയാണോ എന്ന് അറിയണമല്ലോ, അല്ലേ? എന്തായാലും കഷ്ടമാണ്. നമ്മൾ നേരത്തെ ഹോട്ടലുകളുടെ പേര് പറയും പോലെ ഇത്തരക്കാരുടെ പേരടക്കം വിലാസമടക്കം പൊതുജനത്തിന് അറിയത്തക്ക രീതിയിൽ എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മതിയാവുള്ളൂ. അപ്പോൾ ഒരു മുന്നറിയിപ്പ് ഉപയോഗിച്ചിരുന്നെങ്കിൽ കൂടി അതെ അല്ലേ, അത് പത്ത് പോലും അല്ല, വെറും പട്ടിക കഷ്ണങ്ങളാണ് കമ്പിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ നിർമ്മിക്കുന്ന പാലത്തിന്റെ അവസ്ഥ അത് എത്ര വർഷം നിലനിൽക്കുമെന്നുള്ളത് ആ കമ്പിയുടെ പണം കരാറുകാരന്റെ പോക്കറ്റിൽ സേഫ് ആണല്ലോ. അതാ അത്രയും നല്ലത് അയാൾക്ക്. തർക്കിച്ച് ഭക്ഷ്യക്ഷീര വകുപ്പുകൾ. കഴിഞ്ഞ ദിവസമാണ് ആര്യങ്കാവിൽ മായം കലർത്തിയ പാൽ പിടികൂടിയെന്ന വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ പാൽ പിടിച്ചതിൽ ഭക്ഷ്യക്ഷീര സംരക്ഷണ വകുപ്പുകൾ തമ്മിൽ തർക്കം തുടരുകയാണ്. മായം കണ്ടെത്താനുള്ള പരിശോധന വൈകിയെന്ന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വാദം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമയബന്ധിതമായാണ് പരിശോധന നടത്തിയതെന്ന് വീണ ജോർജ് വിശദീകരിച്ചു. അതിനിടെ
പിടിച്ചെടുത്ത ടാങ്കർ ക്ഷീരസംരക്ഷണ വകുപ്പിന് വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ച ആര്യങ്കാവിൽ പിടികൂടിയ 15,300 ലിറ്റർ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം എങ്ങോട്ട് പോയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ തുടരുമ്പോഴാണ് വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നത്. മായം കലർന്ന പാൽ പിടിച്ചെടുത്ത ലോറി ക്ഷീരവികസന വകുപ്പിന് വിട്ടു നൽകാൻ ഉത്തരവിട്ട ഹൈക്കോടതി വാഹനത്തിലെ പാൽ ക്ഷീരവികസന വകുപ്പ് നശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു. ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വെച്ച് നടത്തിയ ആദ്യ പരിശോധനയിൽ കണ്ടെത്തിയ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനലിറ്റിക് ലാബിലെ പരിശോധനയിൽ കണ്ടെത്താനായിരുന്നില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വീഴ്ചയാണ് പാലിലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയാതെ പോയതെന്നാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നിലപാട്. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജെ ചിഞ്ചുറാണിയുടെ നിലപാട് തള്ളി രംഗത്ത് വന്നു. ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പാലിൻ്റെ സാമ്പിൾ ശേഖരിക്കുകയും ഏതാണ്ട് അതിൻ്റെ സമയമെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൽ ഔദ്യോഗിക രേഖകളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് തിരുവനന്തപുരത്തെ ലാബിൽ അതിൻ്റെ പരിശോധന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പാലിന്റെ ഗുണമേന്മ പരിശോധന വൈകിയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തർക്കം തുടരുന്നതിനിടയിൽ പാൽ കൊണ്ടുവന്ന ടാങ്കർ ക്ഷീരവികസന വകുപ്പിന് കൈമാറാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിൽ ടാങ്കറിന്റെ ഒന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ചോർച്ചയുണ്ടായി. പാല് തൈരാകുന്ന ഫെർമെന്റേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ചോർച്ചയെന്നാണ് വിവരം. 24 കൊട്ടാരക്കര. യുവസംവിധായക നയന സൂര്യന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ പരിശോധന നടത്തി. ക്രൈംബ്രാഞ്ച് SP മധുസൂദന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറയിലെ വീട്ടിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ പരിശോധന. വീടിന്റെ ഘടനയും നയന മരിച്ചുകിടന്ന മുറിയും നേരിൽ കാണാനാണ് സംഘമെത്തിയത്. നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറി അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നുവെന്ന കാര്യത്തിൽ വ്യക്തത തേടുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ ലക്ഷ്യം. കേസ് പുനഃപരിശോധിച്ച DCRB അസിസ്റ്റന്റ് കമ്മീഷണർ JK ദിനിൽ മുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നില്ല എന്ന റിപ്പോർട്ടാണ് നൽകിയത്. മുൻവാതിൽ തുറക്കാതെ മുറിയിലേക്ക് കടക്കാനുള്ള ബാൽക്കണിയും അന്വേഷണ സംഘം പരിശോധിച്ചു. സംഭവം നടന്ന് 4 വർഷം കഴിഞ്ഞതിനാൽ ക്രൈംബ്രാഞ്ച് വീട്ടിൽ നിന്ന് തെളിവ് ശേഖരണം പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത ഘട്ടമായി മൊഴിയെടുക്കൽ പൂർത്തിയാക്കും. നയനയുടെ മരണശേഷം ആദ്യം മൊഴി നൽകിയ സഹോദരന്റെയും 3 സുഹൃത്തുക്കളുടെയും മൊഴിയാകും ശേഖരിക്കുക. പോലീസ് ശേഖരിച്ച മൊഴികളിലെ വൈരുദ്ധ്യവും പരിശോധിക്കും. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് DYSP ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. 24 തിരുവനന്തപുരം.